പുറപ്പാട് 12-ാം അധ്യായം. കർത്താവ് ഈജിപ്ത് ദേശത്ത് വെച്ച് മോശയോടും അഹറോനോടും ഇപ്രകാരം അരുൾ ചെയ്തു: ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ തുടക്കമായിരിക്കണം. അത് നിങ്ങൾക്ക് വർഷത്തിലെ മാസങ്ങളുടെ ആദ്യത്തേതായിരിക്കും. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ നിങ്ങൾ ഇപ്രകാരം പറയുവിൻ: ഈ മാസത്തിൻ്റെ 10-ാം ദിവസം അവർ ഓരോ പിതൃകുടുംബത്തിനും ഒരാട്ടിൻകുട്ടിയെ, ഭവനത്തിന് ഒരാട്ടിൻകുട്ടി വീതം തങ്ങൾക്കായി എടുക്കണം. ഒരാട്ടിൻകുട്ടിയെ തീർക്കാവുന്നതിനേക്കാൾ ചെറുതാണ് ഒരുവൻ്റെ കുടുംബമെങ്കിൽ അവൻ തൻ്റെ ഭവനത്തിലേക്ക് അടുത്തുള്ള താമസക്കാരനെ കൂടി അംഗസംഖ്യ അനുസരിച്ച് സ്വീകരിക്കണം. നിങ്ങൾ ആട്ടിൻകുട്ടിയെ സംബന്ധിച്ച് കണക്ക് കൂട്ടേണ്ടത് അതിനെ ഭക്ഷിക്കാനുള്ള ഓരോരുത്തൻ്റെയും പ്രാപ്തി അനുസരിച്ചായിരിക്കണം. തികവുറ്റതും 1 വയസ്സുള്ളതുമായ ഒരു മുട്ടാടിൻകുട്ടി നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ എടുക്കേണ്ടത് ചെമ്മരിയാടുകളിൽ നിന്നോ കോലാടുകളിൽ നിന്നോ ആണ്. ഈ മാസത്തിൻ്റെ 14-ാം ദിവസം വരെ അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഓരോ സമ്മേളനവും സായം സന്ധ്യയിൽ അതിനെ അറക്കണം. അവർ അത് ഭക്ഷിക്കാൻ പോകുന്ന വീടുകളുടെ മേൽ, അതായത് കട്ടിളക്കാലുകൾ 2-ലും മേൽപ്പടിയിലും അതിൻ്റെ രക്തത്തിൽ നിന്നെടുത്ത് പുരട്ടണം. മാംസം അവർ ആ രാത്രിയിൽ തന്നെ ഭക്ഷിക്കണം. അത് തീയിൽ ചുട്ടും പുളിപ്പില്ലാത്ത അപ്പം കൈപ്പിലകൾ കൂട്ടിയും അവർ ഭക്ഷിക്കണം. ചുട്ട മാംസമല്ലാതെ അതിൻ്റെ തലയോ അതിൻ്റെ കാലുകളിലും ഉള്ളിലും ഉള്ളവയോ പാതി വേവിച്ചും വെള്ളത്തിൽ പുഴുങ്ങി വേവിച്ചും നിങ്ങൾ ഭക്ഷിക്കരുത്. അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് നിങ്ങൾ അവശേഷിപ്പിക്കരുത്. അതിൽ നിന്ന് പ്രഭാതം വരെ അവശേഷിക്കുന്നത് നിങ്ങൾ തീയിൽ ദഹിപ്പിക്കണം. ഇപ്രകാരമാണ് നിങ്ങൾ അത് ഭക്ഷിക്കേണ്ടത്. നിങ്ങളുടെ അരകൾ മുറുക്കിയിരിക്കണം. നിങ്ങളുടെ പാദരക്ഷകൾ കാലുകളിലുണ്ടായിരിക്കണം. നിങ്ങളുടെ വടികൾ കയ്യിൽ വേണം. നിങ്ങൾ അത് തിടുക്കത്തിൽ ഭക്ഷിക്കണം. അത് കർത്താവിൻ്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്ത് നാട്ടിലൂടെ കടന്നു പോകും. ഈജിപ്ത് നാട്ടിലെ ആദ്യജാതരായ മനുഷ്യൻ മുതൽ മൃഗം വരെയുള്ള എല്ലാറ്റിനെയും ഞാൻ പ്രഹരിക്കും. ഈജിപ്ത് ദേവന്മാർക്കെതിരെ ഞാൻ ശിക്ഷാവിധികൾ നടപ്പാക്കും. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ വീടുകളിന്മേലുള്ള രക്തം നിങ്ങൾക്കനുകൂലമായ അടയാളമായിരിക്കും. രക്തം കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഞാൻ ഈജിപ്ത് നാടിനെ പ്രഹരിക്കുമ്പോൾ അത് നിങ്ങളിൽ വിനാശമുണ്ടാക്കുന്ന ഒരു ബാധ ആയിരിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മയ്ക്കുള്ളതായിരിക്കും. ഇതു നിങ്ങൾ കർത്താവിനുള്ള തിരുനാളായി കൊണ്ടാടണം. നിങ്ങളുടെ തലമുറകൾക്കുള്ള ശാശ്വത ചട്ടമായി അത് നിങ്ങൾ ആചരിക്കണം. നിങ്ങൾ 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. ആദ്യ ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം. ആദ്യ ദിവസം മുതൽ 7-ാം ദിവസം വരെ പുളിപ്പുള്ളത് ആരു ഭക്ഷിച്ചാലും ആ വ്യക്തി ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടെ. ആദ്യ ദിവസം വിശുദ്ധ സമ്മേളനം വേണം. 7-ാം ദിവസവും നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. ആ നാളുകളിൽ ഒരു ജോലിയും നിർവഹിക്കപ്പെടരുത്. എന്നാൽ ഓരോ വ്യക്തിക്കും ഭക്ഷിക്കാനുള്ളത് അതുമാത്രം നിങ്ങൾക്കായി പാകം ചെയ്യപ്പെടട്ടെ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം. കാരണം ഇതേ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. നിങ്ങളുടെ തലമുറകൾക്കുള്ള ശാശ്വത കൽപ്പനയായി നിങ്ങൾ ഈ ദിവസം ആചരിക്കണം. മാസത്തിലെ 14-ാം ദിവസം സന്ധ്യ തുടങ്ങി മാസത്തിലെ 21-ാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. നിങ്ങളുടെ വീടുകളിൽ 7 ദിവസത്തേക്ക് പുളിമാവ് കാണപ്പെടരുത്. എന്തെന്നാൽ ദേശത്തുള്ള പ്രവാസിയിലോ സ്വദേശിയിലോ ആരെങ്കിലും പുളിപ്പുള്ളത് ഭക്ഷിച്ചാൽ ആ വ്യക്തി ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പുളിപ്പിച്ചതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങളുടെ വാസസ്ഥാനങ്ങളിലെല്ലാം പുളിപ്പില്ലാത്ത അപ്പം നിങ്ങൾ ഭക്ഷിക്കണം. മോശ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെല്ലാവരെയും വിളിച്ച് അവരോട് പറഞ്ഞു: നിങ്ങളുടെ കുടുംബങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കായി ആടുകളെ തിരഞ്ഞുപിടിച്ച് എടുക്കുവിൻ. പെസഹാ കുഞ്ഞാടിനെ അറക്കുവിൻ. ഒരു ഹിസ്സോപ്പ് കറ്റയെടുത്ത്
താലത്തിലുള്ള രക്തത്തിൽ മുക്കുവിൻ. മേൽപ്പടിയിലും കട്ടിളക്കാലുകൾ രണ്ടിലും താലത്തിലുള്ള രക്തത്തിൽ നിന്ന് തളിക്കുവിൻ. പ്രഭാതം വരെ നിങ്ങൾ ഒരാളും തൻ്റെ വീട്ടുവാതിൽക്കൽ നിന്ന് പുറത്തിറങ്ങരുത്. ഈജിപ്തിനെ ശിക്ഷിക്കാൻ കർത്താവ് കടന്നുപോകും. മേൽപ്പടിയിലും കട്ടിളക്കാലുകൾ രണ്ടിലും രക്തം കാണുമ്പോൾ കർത്താവ് വാതിൽ മറികടന്നു പോകും. ശിക്ഷിക്കാൻ നിങ്ങളുടെ വീടുകളിലേക്ക് കടക്കുന്നതിന് അവിടുന്ന് സംഹാരകനെ അനുവദിക്കുകയില്ല. ഇക്കാര്യം നിനക്കും നിന്റെ മക്കൾക്കുമുള്ള ഒരു ചട്ടമായി എന്നേക്കും നിങ്ങൾ പാലിക്കണം. കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് തരാനിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ചെന്നെത്താനിടയാകുമ്പോൾ ഈ ശുശ്രൂഷ നിങ്ങൾ അനുഷ്ഠിക്കണം. നിങ്ങളെ സംബന്ധിച്ച് ഈ ശുശ്രൂഷ എന്താണെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കാനിടയാകുമ്പോൾ നിങ്ങൾ പറയണം, ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേല്യരുടെ ഭവനങ്ങൾ മറികടന്നു പോകുകയും ഈജിപ്തിനെ പ്രഹരിച്ചപ്പോൾ നമ്മുടെ ഭവനങ്ങളെ വിമോചിപ്പിക്കുകയും ചെയ്ത കർത്താവിനുള്ള പെസഹാബലിയാണ് ഇത്. അപ്പോൾ ജനം കുമ്പിട്ടു, അവർ ആരാധിച്ചു. ഇസ്രായേല്യർ പോയി കർത്താവ് മോശയോടും അഹറോനോടും കൽപ്പിച്ച പ്രകാരം പ്രവർത്തിച്ചു. അങ്ങനെ തന്നെ അവർ ചെയ്തു. സിംഹാസനത്തിലിരിക്കുന്ന ഫറവോയുടെ ആദ്യജാതൻ മുതൽ കാരാഗൃഹത്തിലുള്ള തടവുകാരൻ്റെ ആദ്യജാതൻ വരെ ഈജിപ്ത് നാട്ടിലെ ഓരോ ആദ്യജാതനെയും മൃഗങ്ങളുടെ ഓരോ കടിഞ്ഞൂലിനെയും അർദ്ധരാത്രിയിൽ കർത്താവ് സംഹരിച്ചു. രാത്രിയിൽ ഫറവോ അവനും അവൻ്റെ എല്ലാ സേവകരും ഈജിപ്ത് മുഴുവനും ഉണർന്നു. ഈജിപ്തിൽ വലിയ നിലവിളിയുണ്ടായി. കാരണം മരിച്ചവനില്ലാത്ത ഒരു വീടും അവിടെ ഇല്ലായിരുന്നു. രാത്രിയിൽ തന്നെ മോശയെയും അഹറോനെയും വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളും ഇസ്രായേല്യരും എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പുറപ്പെടുവിൻ. നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകുവിൻ. എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുവിൻ. അവർ ദേശത്തുനിന്ന് തിടുക്കത്തിൽ പുറത്തു കടക്കാൻ ജനത്തിനുമേൽ ഈജിപ്ത് സമ്മർദ്ദം ചെലുത്തി. എന്തെന്നാൽ അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും മരിക്കുകയാണ്. കുഴച്ച മാവ് പുളിക്കുന്നതിനു മുമ്പ് കുഴമാവുള്ള പാത്രങ്ങൾ തങ്ങളുടെ തുണികളിൽ പൊതിഞ്ഞ് ജനം തോളിൽ വഹിച്ചു. മോശയുടെ വാക്കനുസരിച്ച് ഇസ്രായേല്യർ പ്രവർത്തിച്ചു. അവർ ഈജിപ്തുകാരോട് സ്വർണ്ണ ഉരുപ്പടികളും വെള്ളിയുരുപ്പടികളും ആവശ്യപ്പെട്ടു. ഈജിപ്തുകാരുടെ ദൃഷ്ടികളിൽ ജനത്തോടുള്ള പ്രീതി കർത്താവ് ഉളവാക്കിയതിനാൽ അവർക്ക് അവർ ആവശ്യനിവൃത്തി നടത്തിക്കൊടുത്തു. അങ്ങനെ അവർ ഈജിപ്തുകാരെ കൊള്ളയടിച്ചു. ഇസ്രായേല്യർ റംസേസിൽ നിന്ന് സുക്കോത്തിലേക്ക് നീങ്ങി. അവർ കുട്ടികളെ കൂടാതെ ഏകദേശം 6 ലക്ഷം പദയാത്രികരുണ്ടായിരുന്നു. വലിയൊരു സങ്കരജനവ്യൂഹവും അവരോടൊപ്പം കയറിക്കൂടി. ആടുമാടുകളുടെ കാലിസമ്പത്ത് വളരെയേറെ ഉണ്ടായിരുന്നു. ഈജിപ്തിൽ നിന്ന് അവർ കൊണ്ടുപോകുന്ന മാവ് പുളിപ്പിക്കാത്തതായിരുന്നതിനാൽ അവർ പുളിപ്പില്ലാത്ത അപ്പങ്ങൾ ചുട്ടു. ഈജിപ്തിൽ നിന്ന് ബഹിഷ്കൃതരായതിനാൽ അവർക്ക് സാവകാശം ഉണ്ടായിരുന്നില്ല. തങ്ങൾക്കായി പാഥേയം പോലും അവർ തയ്യാറാക്കിയുമില്ല. ഇസ്രായേല്യർ ഈജിപ്തിൽ താമസിച്ച കാലം 430 വർഷമായിരുന്നു. 430 വത്സരം പൂർത്തിയാകുന്ന ആ ദിവസം തന്നെ കർത്താവിൻ്റെ വ്യൂഹങ്ങൾ മുഴുവൻ ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള കർത്താവിൻ്റെ ജാഗ്രതയുടെ രാത്രിയാണത്. അതുകൊണ്ടാണ് ഈ രാത്രി ഇസ്രായേല്യർക്കെല്ലാം തങ്ങളുടെ തലമുറകളിൽ കർത്താവിനായുള്ള ജാഗരണാചരണം ആയിരിക്കുന്നത്. കർത്താവ് മോശയോടും അഹറോനോടും അരുൾ ചെയ്തു, പെസഹായുടെ ചട്ടം ഇതാണ്: പരദേശിയായ ആരും അതിൽ നിന്ന് ഭക്ഷിക്കരുത്. എന്നാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഏതു പുരുഷ അടിമയ്ക്കും നീ അവനെ പരിച്ഛേദനം ചെയ്തതാണെങ്കിൽ അതിൽ നിന്ന് ഭക്ഷിക്കാം. കുടികിടപ്പുകാരനും ദിവസവേനക്കാരനും അതിൽ നിന്ന് ഭക്ഷിക്കരുത്. ഒരേ വീട്ടിൽ അത് ഭക്ഷിക്കപ്പെടണം. മാംസത്തിൽ അല്പവും വീടിനു പുറത്തേക്ക് കൊണ്ടുപോകരുത്. അതിൻ്റെ എല്ല് നിങ്ങൾ ഒടിക്കരുത്. ഇസ്രായേൽ സമൂഹം മുഴുവൻ അത് ആചരിക്കണം. നിന്നോടൊത്ത് തത്കാലം വസിക്കാനിടയാകുന്ന ഒരു പ്രവാസി കർത്താവിൻ്റെ പെസഹ ആചരിക്കുന്ന പക്ഷം അവനോടൊപ്പമുള്ള ഓരോ ആണും പരിച്ഛേദനമേൽക്കണം. തുടർന്ന് അത് ആചരിക്കാൻ അവന് അണയാം. അവൻ
തദ്ദേശീയനെപ്പോലെയായിരിക്കും. എന്നാൽ ഒരു അപരിച്ഛേദിതനും അതിൽ നിന്ന് ഭക്ഷിക്കരുത്. സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ തത്കാലം വസിക്കുന്ന പ്രവാസിക്കും ഒരു നിയമമേ ഉണ്ടാകാവൂ. ഇസ്രായേല്യരെല്ലാവരും കർത്താവ് മോശയോടും അഹറോനോടും കൽപ്പിച്ച പ്രകാരം പ്രവർത്തിച്ചു. അങ്ങനെ തന്നെ അവർ ചെയ്തു. ഈ ദിവസം തന്നെയാണ് കർത്താവ് ഇസ്രായേല്യരെ വ്യൂഹങ്ങളായി ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്.